റസൂലുള്ളാഹിന്റെ പുന്നാര മകളായിരുന്നു സൈനബ് റളിയല്ലാഹു തആല അൻഹ, മൂത്ത മകൾ. ആലോചിച്ചു നോക്കൂ, മൂത്ത മകളായ സൈനബ് വല്ലാത്ത വേദന സമ്മാനിച്ച മകളാണ്. ഖദീജ ബീബി സൈനബിന്റെ ചെറുപ്പത്തിലെ വഫാത്തായിട്ടുണ്ട്. വീട്ടിലുള്ള മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് സൈനബാണ്. സൈനബിനെ കല്യാണം കഴിച്ചത് റസൂലുള്ളാഹിയെ വിശ്വസിക്കാത്ത ഒരാളായിരുന്നു. റസൂലുള്ള മദീനയിലേക്ക് ഹിജറ പോകുമ്പോ കൂടെ സൈനബ് എന്ന് പറയുന്ന പെൺകുട്ടി പോരുന്നില്ല. 2-3 കൊല്ലം കഴിഞ്ഞിട്ടാണ് സൈനബ് റളിയല്ലാഹു തആല അൻഹുവിനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു സ്വഹാബിയെ പറഞ്ഞേക്കുന്നത്. ഉസാമത്ത് ബിൻ സൈദ് റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞേക്കുന്നത്. ഉസാമത്ത് ബിൻ സൈദ് റളിയല്ലാഹു അൻഹു സൈനബ് എന്ന് പറയുന്ന റസൂലുള്ളാഹിന്റെ പുന്നാര മകളെ ആരും കാണാതെ തർത്തനം കൊണ്ടുവരുമ്പോ, ഒരൊട്ടകപ്പുറത്ത് വരുമ്പോ സൈനബ് ഗർഭിണിയാണ്. ഗർഭിണിയായ സൈനബിനെ ഭർത്താവിന്റെ ഗോത്രക്കാര് തടഞ്ഞു വെക്കുകയാണ്. തടഞ്ഞു വെച്ചുവെന്ന് മാത്രമല്ല, സൈനബിനെ വലിയ ഒരു കുന്തം കൊണ്ടങ്ങ് കുത്തുകയാ. സൈനബിനെ കുന്തം കൊണ്ട് കുത്തിയിട്ട് സൈനബ് റളിയല്ലാഹു അൻഹ ഒട്ടകപ്പുറത്ത് നിന്ന് താഴെ വീണു. മുഅ്മിനേ, ഒട്ടകപ്പുറത്ത് നിന്ന് താഴെ വീണിട്ട് സൈനബിന് വല്ലാത്ത രോഗം ബാധിച്ചു. പിന്നെ അവർക്ക് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. മദീനയിൽ എങ്ങനെയോ അവരെത്തിപ്പെട്ടു. മദീനയിലെത്തിയിട്ട് സൈനബ് കൂടുതൽ കാലം ജീവിച്ചില്ല. മുത്തു റസൂലിന്റെ ദുഃഖമല്ലേ, ജീവിതത്തിന്റെ സങ്കടമല്ലേ, മക്കള് മുഴുവൻ മരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയില് സൈനബ് റളിയല്ലാഹു അൻഹയും ലോകത്തോട് വിട പറഞ്ഞു പോയി. ഇതേ കാരണത്താൽ ഒരു ശത്രുവായ മനുഷ്യൻ ഒട്ടകപ്പുറത്ത് നിന്ന് താഴേക്ക് കുന്തം കൊണ്ട് കുത്തിയിട്ട് താഴേക്ക് വീഴ്ത്തിയതിന്റെ അതേ കാരണം കൊണ്ട് മരിച്ചുപോയ ബഹുമാനപ്പെട്ട സൈനബ് റളിയല്ലാഹു അൻഹയെ കൊന്നു കൊല വിളിച്ച ആളുകൾ റസൂലുള്ളാഹിന്റെ മുമ്പിലെത്തുകയാണ്. ഒട്ടകത്തിന്റെ കുടൽമാല കുഴത്തിൽ കൊണ്ടുവന്നവരെത്തുകയാണ്. ചിന്തിക്കണേ മുഅ്മിനേ, നിസ്സാരമായ കാര്യങ്ങളുടെ പേരില് അയൽവാസിയുടെ അവകാശം മുടക്കുന്നവരാ നമ്മള്, തെറ്റുന്നവരാ നമ്മള്, പിണങ്ങുന്നവരാ നമ്മള്, ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരാ നമ്മള്. എന്നാൽ മുത്തുനബിയുടെ കാരുണ്യം, ഇത് അല്ലാഹുവിന്റെ റസൂലല്ലേ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. കാരുണ്യം. പാടുക പാടുക ശാരദ ശാരികെ, പാടലധാരി നീ ഇമ്പമോടെ, പാരിടെ അൽ അമീൻ എന്നൊരു പേരിനു ആരുതാനർഹനർഹൻ, ആരുതാനർഹനർഹൻ. പാടുക പാടുക ശാരിക ശാരദേ, പാടലധാരി നീ ഇമ്പമോടെ, പാരിടെ അൽ അമീൻ എന്നൊരു പേരിനു ആരുതാനർഹനർഹൻ. ഇവരൊക്കെ റസൂലുള്ളാഹിന്റെ മുമ്പിൽ വരിക. ഖാലിദ് ബിൻ വലീദ് വരികയാണ്. റസൂലുള്ളാഹിന്റെ കഴുത്തിൽ കുടൽമാല ചാർത്തിയവർ വരികയാണ്. നിങ്ങൾ പോയിക്കൊള്ളുക, നിങ്ങൾ പോയിക്കൊള്ളുക. അന്തും തുലഖാ, നിങ്ങൾ സർവതന്ത്ര സ്വതന്ത്രരാണ്. നിങ്ങൾക്കെതിരെ പ്രതികാരമില്ല. എന്റെ മകളെ കൊന്നവരെ, നിങ്ങൾക്കെതിരെ പ്രതികാരമില്ല. എന്നെ ആക്രമിച്ചവരെ, എന്നെ കല്ലെറിഞ്ഞവരെ, എന്നെ കൂക്കി വിളിച്ചവരെ, നിങ്ങൾക്കെതിരെ പ്രതികാരമില്ലെന്ന് പറഞ്ഞ കാരുണ്യമേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു യുദ്ധം കഴിഞ്ഞ് ഇങ്ങനെ മടങ്ങി വരികയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ വാള് ഒരു വലിയ മരത്തിന്റെ കൊമ്പിൽ മാറ്റി വെച്ചിട്ടുണ്ട്, ഇങ്ങനെ തൂക്കി വെച്ചിട്ടുണ്ട്. സ്വഹാബികളൊക്കെ കുറച്ച് അപ്പുറത്താണ് ഉറങ്ങുന്നത്. ഒരു അറാബിയായ നബിയുടെ ശത്രു കടന്നു വന്നിട്ട് ഈ വാളെടുത്തു. ഉറങ്ങുന്ന നബിയെ തട്ടി ഉണർത്തിക്കൊണ്ട് ചോദിച്ചു, മുഹമ്മദേ മൻ യംനഉക മിന്നി, നിന്നെ കൊല്ലാൻ പോവാണ്, ആരാണ് എന്നിൽ നിന്ന് നിന്നെ തടയാ? ഉണ്ടെങ്കിൽ വരട്ടെ. റസൂൽ ഒരൊറ്റ മറുപടിയാണ്, അല്ലാഹ്. അല്ലാഹ് 3 തവണ
അവന്റെ കൈ വിറച്ചു, അവന്റെ നെഞ്ചകം പിടച്ചു. ആ വാള് താഴേക്ക് നിലത്ത് വീണു. ആ വാളെടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ എടുത്ത് ചോദിക്കുകയാണ്, ഏതാ നിന്റെ ചാൻസ് കഴിഞ്ഞില്ലേ, ഇനി എന്നിൽ നിന്ന് നിന്നെ ആരാണ് തടയുക? ഇല്ല മുഹമ്മദേ, എന്നെ ഒന്നും ചെയ്യല്ലേ, നീ ആ വാളൊന്ന് നന്നായി പിടിക്ക്, എന്നെ ആക്രമിക്കല്ലേ. റസൂലുള്ള വാള് താഴ്ത്തിയിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ വെറുതെ വിടാം, പകരം നീ മുസ്ലിമാകണം. ഇയാൾക്ക് അപ്പോഴും വാശി, മുസ്ലിം ഒന്നും ആവൂല. പകരം ഒരു കാര്യം ചെയ്യാ, ഇനി ആരെങ്കിലും നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുകയാണെങ്കിൽ അവരുടെ കൂടെ ഞാൻ ഉണ്ടാവൂല, ആ ഉറപ്പ് ഞാൻ തരാ. മതി, അയാളെ വിട്ടയച്ചല്ലോ. തന്നെ കൊല്ലാൻ വേണ്ടി വന്ന ശത്രുവിനെ സ്വതന്ത്രമാക്കി വിട്ടയച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബികളും അങ്ങനെയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ. സ്വഹാബികളും അങ്ങനെയാണ്. റുഹമാഉ ബൈനഹും, പരസ്പരം കാരുണ്യമുള്ളവരാണ്. അല്ലേ? എന്താണ് ആ കാരുണ്യം പറഞ്ഞാ തീരുവോ? അല്ലേ? ഒരവസരത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളിയിൽ ഒരു അതിഥി വരികയാണ്. ഒരു പാവപ്പെട്ട മനുഷ്യൻ. രാത്രിയാണ്. സ്വഹാബികളൊക്കെ പട്ടിണിപ്പാവങ്ങളാണ്. പട്ടിണിപ്പാവങ്ങളായ സ്വഹാബികളോട് ഇശാ നിസ്കാരം കഴിഞ്ഞ് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, മൻ യുളീഫു ഹാദർ റജുൽ, ഈ മനുഷ്യനെ ഇന്ന് ആരാണ് വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടൊന്ന് സൽക്കരിക്കുക? ലോകമേ, ഇതൊക്കെ പഠിക്കണ്ടേ? സഹാബികൾ ആരും എഴുന്നേറ്റ് നിൽക്കുന്നില്ല. ഓൽക്ക് മടിയുണ്ടായത് കൊണ്ടല്ല, അവരുടെ വീട്ടിൽ ഒന്നുമില്ല. അതുകൊണ്ടാണ് അവർ ആ മനുഷ്യനെ കൊണ്ടുപോകാൻ മടിക്കുന്നത്. അങ്ങനെ രണ്ടാമത്തെ തവണ പറഞ്ഞു. മൂന്നാമത്തെ തവണ പറയുകയാണ്, ആരെങ്കിലും ഇയാളെ കൊണ്ടുപോയാൽ അൽമനു ലഹു ബിൽ ജന്ന, അയാൾക്ക് ഞാൻ സ്വർഗം തരാം. ഇതങ്ങ് കേട്ടപാടെ അതാ എഴുന്നേറ്റ് നിൽക്കുന്നു ബഹുമാനപ്പെട്ട ത്വൽഹ റളിയല്ലാഹു അൻഹു. അബൂ ത്വൽഹത്തുൽ അൻസാരി പറഞ്ഞു, നബിയേ, എന്റെ കൂടെ പറഞ്ഞേക്കുമോ? പറഞ്ഞയച്ചിട്ടാ അതിഥിയുമായി വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. നമ്മളൊന്നും അങ്ങനെ പറഞ്ഞിട്ട് തന്നെ ചെല്ലുകയാണെങ്കിൽ നമ്മുടെ ഭാര്യയുടെ മുഖം എങ്ങനെയായിരിക്കും എന്ന് ഞാൻ പറയുന്നില്ല. കാരണം അപ്പുറത്തിരുന്ന് വെറുതെ പ്രതിഷേധിക്കും. അത് പറയേണ്ട ആവശ്യമില്ല, അല്ലേ? ഒരു കട്ടൻ ചായ ഉണ്ടാക്കി കൊടുത്താൽ മതി. എന്നാലും അതിഥി വരുമ്പോ നമ്മളുടെയൊക്കെ സമീപനം എങ്ങനെയാണ്? ഈ ഭാര്യ സ്വീകരിച്ചു. ഭക്ഷണമൊന്നുമില്ല. ഭാര്യ പറയുകയാണ്, അബൂ ത്വൽഹ എന്നവരെ, നമ്മുടെ കുട്ടികളുണ്ടല്ലോ, അവർക്കുള്ള ഏതാനും ചില ഭക്ഷണമല്ലാതെ നമ്മുടെ അടുക്കലൊന്നുമില്ല. ഞാനും നിങ്ങളും ഇന്ന് പട്ടിണിയാ. നമ്മുടെ കുട്ടികളുടെ ഭക്ഷണമല്ലാതെ ഒന്നും ഇന്നില്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം. ആ പെണ്ണ് പറയുകയാണ്, ഉലാഇബു മഅസ്സിബിയാൻ, ആ കുട്ടികളുമായി ഞാൻ കളിച്ചുകൊള്ളാം. എന്നിട്ട് ആ കുട്ടികളെ ഞാൻ ഉറക്കിക്കൊള്ളാം. കുട്ടികൾ ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ കുട്ടികളുടെ ഭക്ഷണം എടുത്തുകൊണ്ട് അതിഥിക്ക് കൊടുക്കാം. അതിഥി അതങ്ങ് കഴിക്കാൻ തുടങ്ങുമ്പോ ഞാൻ വിളക്ക് ഊതാം. വിളക്ക് ഊതിയിട്ട് അതിഥിയുടെ കൂടെ നിങ്ങൾ കഴിക്കുന്നുണ്ട് എന്ന് അഭിനയിച്ചാൽ മതി. കുട്ടികളെ ഉറക്കി. കുട്ടികൾക്കുള്ള പത്തിരി കൊണ്ടുവന്നു. ആ പത്തിരി അതാ അതിഥിയുടെ മുമ്പിൽ വെക്കുകയാണ്. അതിഥിയുടെ മുമ്പിൽ അങ്ങ് എത്തിയപ്പോഴേക്ക് വിളക്കൂതി. അബൂ ത്വൽഹ എന്ത് ചെയ്തെന്നറിയുമോ? ഞാൻ ഭക്ഷണം കഴിക്കുന്നുണ്ടെന്ന രീതിയിൽ വായ കൊണ്ടിങ്ങനെ അഭിനയിച്ചു. അതിഥിക്കൊരു പിളക്കും, അതിഥിക്ക് നല്ല ഒരു പായയും തലയിണയും കൊടുത്ത് കിടത്തി ഉറക്കിക്കൊണ്ട് പിറ്റേ ദിവസം സുബഹിക്ക് പള്ളിയിൽ പോയി. ജമാഅത്ത് കഴിഞ്ഞ് എല്ലാവരും പിരിയുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, സ്വഹാബികളെ നിങ്ങളിരിക്കണം. അതാ അബൂ ത്വൽഹയും ഭാര്യയും ഇന്നലെ ചെയ്ത പ്രവർത്തനമുണ്ടല്ലോ, ആകാശലോകത്തുള്ളവരെ സന്തോഷിപ്പിച്ചിരിക്കുന്നു. ഇന്നലെ എന്റെ അടുക്കലേക്ക് ജിബ്രീൽ വന്നിരിക്കുന്നു. അബൂ ത്വൽഹ, നിങ്ങളുടെ കാര്യം പറഞ്ഞുകൊണ്ട് എന്റെ അടുക്കലേക്ക് ഇന്നലെ ഖുർആൻ അവതീർണമായിരിക്കുന്നു.